ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ക്രൈസ്തവ സ്നേഹത്തിൻ്റെ സുന്ദരമായ ഒരു പ്രകാശനമാണ് 1 കൊറിന്തോസ് 13:7. സ്നേഹമെല്ലാം സഹിക്കുന്നു. ഈ സഹനത്തിലെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. സ്റ്റെഗൈ എന്നാണ് ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. അതിലെല്ലാം ഉണ്ട്. അതിൽ സഹിക്കുക, അതൊരു കൊണ്ടു നടക്കുക, അത് മനസ്സിലാക്കുക, ജീവിതത്തിൽ കുറവുകളുണ്ടാകുമ്പോൾ ആ കുറവിനെ അനുഭാവപൂർവ്വം കാണുക, അതിനെ വിമർശിക്കാതെ അതിന് അവസരം കൊടുക്കുക, വീണ്ടും വീണ്ടും അത് സ്നേഹപൂർവ്വം തിരുത്താനായിട്ട് ഇടവരിക. ഇതെല്ലാം ആ പദത്തിൻ്റെ ഒരർത്ഥങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നമ്മൾ കാണാൻ പോകുന്നത് ഈശോ എങ്ങനെയാണ് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലെ ശിഷ്യന്മാർ ഒരുമിച്ച് നിർത്തിയത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ്. ഈശോയുടെ ആ ബന്ധം പലപ്പോഴും നമ്മളിന്ന് പ്രധാനമായിട്ട് നമ്മൾ കാണുക തർക്കങ്ങളിൽ പെടുന്ന, ഈശോയെ മനസ്സിലാക്കാത്ത, ഈശോ എന്തു പറയുന്നു എന്ന് വ്യക്തതയില്ലാത്ത, എന്നാൽ തങ്ങളുടേതായ ലോകത്തിൽ കുടുങ്ങിക്കിടന്ന് തർക്കിക്കുന്ന ശിഷ്യന്മാരെ എങ്ങനെയാണ് ആ സ്നേഹത്തിൽ ഈശോ പടിപടിയായിട്ട് ക്രമാനുഗതമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നേ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മളത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ. ഇതിലെ അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. നമ്മളിതൊന്ന് മനസ്സിലൊന്ന് കാണുന്നത് നല്ലതാണ്. എന്താ സംഭവിക്കുന്നത്? അവർ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ആ വീട്ടിലേക്കുള്ള യാത്രയിൽ കഫർനാമിലാണ് വീട്, യാത്രയിലാണ്. അപ്പോൾ അവരൊരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഈശോ മാത്രം മുമ്പിലായി, ശിഷ്യന്മാരും മാറി ഈശോയിൽ നിന്ന് മാറി. ഈശോ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഈശോയുടെ കൂടെ ഇല്ല അവർ. എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഈശോ അവരോട് ചോദിക്കുകയാണ്, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചിരുന്നത്? ബാക്കിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്, ഈശോയ്ക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്, നല്ല തർക്കമാണ്. അപ്പോൾ ഈശോ ഒറ്റയ്ക്ക് ഒരു പക്ഷെ നടക്കുന്നുണ്ടാകുക, പിന്നിലും നല്ല തർക്കമാണ്, നല്ല തർക്കം, നല്ല വാക്ക് തർക്കം. അതിങ്ങനെ മുറുകാണ്. ആ മുറുകി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഈശോ ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം എന്താണ്? വഴിയിൽ വെച്ചിട്ടുള്ള തർക്കം തങ്ങളിൽ ആരാ വലിയവൻ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന് തൊട്ട് മുമ്പ്, ഈ യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ തിരുവചനം, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം. യാത്ര ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഈശോ അവരോട് പറയുക ചെയ്യുന്നത്. മർക്കോസ് 9:31 അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല, എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ യാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ ഈശോ സംസാരിക്കുന്നത് എന്താ? തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചാണ്, താൻ മരിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈശോയുടെ മനസ്സ് താൻ ജെറൂസലേമിലേക്ക് യാത്രയാകുന്നു. ഉടനെ തന്നെ അവിടെ വെച്ച് തന്നെ മനുഷ്യർ പിടിക്കും, താൻ വധിക്കപ്പെടും, തൻ്റെ പീഡാസഹനം. ഇത് ഈശോ പറയുമ്പോൾ ഒന്ന്, അതവർക്ക് മനസ്സിലായില്ല. 2, അവർ വേറെ കാര്യത്തെക്കുറിച്ചാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. ആ പോണ വഴി അവരുടെ ശ്രദ്ധ മുഴുവൻ ആരാ വലിയവൻ, അതിനെക്കുറിച്ചുള്ള തർക്കമാണ്. സ്വാഭാവികമായിട്ടും ഈശോ ഫ്രസ്ട്രേറ്റഡ് ആകില്ലേ? തൻ്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പീഡാസഹനം, അതിലേക്ക് താൻ നടന്നെടുക്കുന്നു എന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ ദേ ആർ കൺസേൺഡ് വിത്ത് സം അതർ തിങ്സ്. ശിഷ്യന്മാർ വേറെ ലോകത്തിലാണ്. നമ്മൾ ചക്കാന്ന് പറയുമ്പോൾ ഒരു ചുക്കുന്ന കേൾക്കണേ, അങ്ങനെ വേറൊരു ലോകത്തിലാണ്. നമ്മുടെ കുടുംബത്തിൽ ഇത് ഉണ്ടാകാറുണ്ട്. ജീവിത പങ്കാളി, ഒരു ഭാര്യ അവളുടെ വേദന, വിഷമം പങ്കുവയ്ക്കുമ്പോൾ ഭർത്താവ് വേറെ ലോകത്തിലാണ്, മൊബൈലിലെ ലോകത്തിലാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ലേ? ഓരോരുത്തരും ഇതിങ്ങനെ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, ഞോണ്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഈ സംസാരം ഉണ്ടാകുന്നത്.
പകുതി മുക്കാൽ ശ്രദ്ധയും ഈ ഞോണ്ടലിലാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കേട്ടെങ്കിലായി. ഇതൊക്കെ നല്ലതാണ് കേട്ടാ. മൊബൈൽ നല്ലതാണ്, വാട്സപ്പ് നല്ലതാണ്, ഫേസ്ബുക്ക് നല്ലതാണ്, ഇൻസ്റ്റ നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ വേണം. പക്ഷേ ഒരു മനുഷ്യൻ ഗൗരവമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാനായിട്ട്, അതൊരു മിനിറ്റൊന്ന് മാറ്റി വയ്ക്കാനായിട്ടുള്ള ഔചിത്യം, ദാറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ്. അതുണ്ടെങ്കിലേ സ്നേഹത്തിൽ വളരുകയുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിക്കിടക്കും, നമ്മൾ വളരില്ല. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈശോ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ വേറൊരു ലോകത്തിലാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈശോ എത്ര സുന്ദരമായിട്ടാണ് അവരെ തിരുത്തുന്നത്. നമ്മൾ കാണുന്നു മർക്കോസിൻ്റെ സുവിശേഷം 9:35 അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം. ഇതാണ് ഈശോയുടെ ജീവിതശൈലി. ഇതാണ് ഈശോയുടെ ജീവിതശൈലി. എന്നിട്ട് ഈശോ മത്തായിയുടെ സുവിശേഷം 18:3 ഈശോ ഒരു കുഞ്ഞിനെ എടുത്ത് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആരാ വലിയവനെന്ന് പറഞ്ഞ് തർക്കിക്കല്ല വേണ്ടേ. പലപ്പോഴും ഈശോയിൽ നിന്ന് മാറിയാൽ അവിടെ തർക്കങ്ങളായി കേട്ടാ. അവർ ഈശോയിൽ നിന്ന് എപ്പോൾ മാറിയോ, ഈശോയുടെ കൂടെ അവർ നടക്കാത്തപ്പോഴൊക്കെ തർക്കമായി. എപ്പോഴൊക്കെ തർക്കം ഉണ്ടാകുന്നു, എവിടെയൊക്കെ തർക്കം ഉണ്ടാകുന്നു, അതൊക്കെ ഈശോയിൽ നിന്ന് മാറിയിട്ടുള്ള തർക്കങ്ങളാണ്. അതൊക്കെ ഈഗോയുടെ തർക്കങ്ങളാണ്. അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ, ഈ തർക്കങ്ങളൊക്കെ ഈശോയിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഈശോയിലേക്ക് വന്നു കഴിഞ്ഞാൽ തർക്കങ്ങൾ മാറും. ഈശോയിൽ എത്തിക്കഴിഞ്ഞാൽ തർക്കങ്ങൾ മാറും. നമ്മൾ നോക്കൂ, ഇത് നമ്മൾ കണ്ടില്ലേ, ഈശോയിൽ നിന്ന് മാറി ശിഷ്യന്മാർ തർക്കിക്കുന്നു. അത് ഈശോ കേൾക്കാൻ ഇഷ്ടമില്ല. അവരവരുടെ ലോകത്തിൽ തർക്കം. ഈശോ കേൾക്കാൻ ഇഷ്ടമില്ല. ഈശോയുടെ പിന്നാലെ തന്നെ നടക്കുന്നത് കേട്ടാ. ഈശോയുടെ പിന്നാലെ തന്നെ നടക്കുന്നത്. ആ കുടുംബം ഒരു കുടുംബമായിരിക്കാം, ഒരു സമൂഹമായിരിക്കാം, ഈശോയുടെ പിന്നാലെ തന്നെ നടക്കുന്നത്. പക്ഷേ ഈശോയിൽ നിന്ന് മാറി അവിടെ തർക്കമായി. ഈശോയിൽ നിന്ന് മാറിയ തർക്കമായി. ഇത് വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കാൻ ശ്രദ്ധിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നത് തർക്കം കൊണ്ടുവരുന്നത് പിശാചാണ്. ഹീസ് എ ഡിവിസീവ് ഫോഴ്സ്. ശത്രു പിശാചാണ്. തർക്കം കൊണ്ടുവരുന്ന പിശാചാണ്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ കെണിയിൽപ്പെടാതിരിക്കാൻ, തർക്കത്തിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെറുതെ തർക്കിക്കുക. പലപ്പോഴും പല വീടുകളിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്തിനായിരുന്നു തർക്കം എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാകാത്ത അവസരത്തിലാണ്. എന്തിനാ തർക്കിക്കണേ? ഒരിക്കൽ കോളേജിൽ ഒരിക്കൽ ഉണ്ടായൊരു കേസ്, വെറുതെ ഒരു പയ്യനെ വേറൊരു പയ്യനൊന്ന് നോക്കി എന്നുള്ളതിന് എന്തിനാ നീ എന്നെ നോക്കിയേ, എന്താ നിന്നെ എനിക്ക് നോക്കാൻ പാടില്ലേ? തർക്കമായി, തർക്കം കയ്യാങ്കടിയായി. ചെറിയ കാര്യങ്ങൾ പോലും കുടുംബത്തിലൊക്കെ എന്തിനാ തർക്കിക്കണേ? എന്തായിരുന്നു ആ തർക്കം? ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരിക്കലും എനിക്കറിയാവുന്നൊരു സാഹചര്യത്തിൽ അറിയാവുന്നൊരു വീട്, അവിടെ ചെന്ന് കഴിയുമ്പോൾ മുമ്പിലത്തെ വീടായിട്ട് തല്ലാണ്, തർക്കമാണ്. അപ്പോൾ ചോദിച്ചു, വല്യപ്പൻ്റെ വീടാണ് മുമ്പിലത്തെ വീട്, എന്തിനാ തർക്കം എന്ന് അറിഞ്ഞുകൂടാ. അത് കാലങ്ങളായിട്ട് തർക്കമാണ്. എന്തിനാണ് അറിഞ്ഞുകൂടാ. അത് നമുക്ക് പൂർവികമായിട്ട് കിട്ടിയ ട്രഡീഷനാണ്. അത് കഴിഞ്ഞാൽ അവരായിട്ട് മിണ്ടാട്ടില്ല. എന്തിനാണ് തല്ലുകൂടി അതുപോലും അറിയില്ല. ലെഗസി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ തല്ലാന്ന് തോന്നും. ലെഗസി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ തർക്കാന്ന് തോന്നും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ തർക്കം അത് വിട്ടുപോട്ടെ. അത് പൈശാചികമായ അരൂപിയാണ്. നമ്മുടെ കുടുംബത്തിൽ സ്നേഹം വരട്ടെ. കുറേ തോൽക്കാൻ തയ്യാറാവുക. നമുക്ക് കാണാൻ കർത്താവ് തോൽക്കാൻ തയ്യാറാകുന്നുണ്ട് പലപ്പോഴും. ചില അവസരങ്ങളിലൊക്കെ അതുപോലെ കർത്താവ് പെരുമാറുന്നുണ്ട്. നമ്മൾ ഉടനെ കാണും ഈ തർക്കം ശിഷ്യന്മാരുടെ ഈ തർക്കം മൂത്ത് അവസാനം അന്ത്യത്താഴ വേളയിൽ വരെ തർക്കമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം ഈശോ പറയും, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ലൂക്കായുടെ സുവിശേഷം 22 ഇത്രയും കാര്യം പറയുമ്പോൾ 22 23 തങ്ങളിൽ ആരാണിത് ചെയ്യാനിരിക്കുന്നത് എന്നവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഉടനെ പിന്നെ അവർ ചെയ്യുന്നത് 24 തങ്ങളിൽ വലിയവരാരാണെന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. ഈശോ പറയുന്നത്, വിശുദ്ധ കുർബാന സ്ഥാപിച്ച് നിങ്ങളിൽ ഒരാളെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതാരാ എന്ന് ചോദിച്ചു. പക്ഷെ അതവരെ ബാധിച്ചിട്ടില്ല. ഉടനെ ഉണ്ടാകുന്നത് അവരുടെ ഇടയിൽ തർക്കമാണ്.
ഉടനുണ്ടാകുന്ന തർക്കമാണ്. ഒരുപക്ഷേ ഏത് യഹൂദ വിരുന്നിനും മുമ്പ് ആരെങ്കിലുമൊക്കെ കാല് കഴുകാനായിട്ട് വെള്ളം കൊടുത്ത് കാല് കഴുകുന്നൊരു പാരമ്പര്യം അവർക്കുണ്ട്. കാല് കഴുകുന്നൊരു പാരമ്പര്യം. ആരും അന്നത്തെ ദിവസം ശിഷ്യന്മാർ അന്ത്യത്താഴത്തിന് ഇരുന്നപ്പോൾ ആരും കാല് കഴുകാൻ തയ്യാറായി ഉണ്ടാവില്ല. എന്നാൽ ഞാൻ തന്നെ കഴുകാം, ഞാൻ അങ്ങോട്ട് കാല് കഴുകി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് ഈശോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാക്കണം എന്നെനിക്ക് തോന്നിപ്പോവാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആരും വെള്ളം കൊടുക്കലും കാല് കഴുകലൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ ഇടയിൽ ആരാ വലിയത്? ഇതാണ് അവരുടെ മനസ്സിലുള്ള തർക്കം. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലെ ഈ തർക്കം, നമ്മുടെ ബന്ധങ്ങളിലെ ഈ തർക്കം, സഭാ സമൂഹങ്ങളിൽ ഈ തർക്കം, അതുകൊണ്ട് ഈശോപക്ഷ സഹിഷ്ണുതയോടെ സ്നേഹത്തോടുകൂടെ അവസരങ്ങൾ കൊടുക്കുക, മാനസാന്തരത്തിനുള്ള അവസരങ്ങൾ കൊടുക്കുക, തിരിച്ചു വരാനുള്ള അവസരങ്ങൾ കൊടുക്കുക, സ്നേഹപൂർവ്വം അവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനം, ഞാൻ മനുഷ്യപുത്രനെ മനുഷ്യർ പിടിക്കും, വധിക്കും എന്ന് ഈശോ പറയുമ്പോൾ 2 പേര് മുന്നോട്ട് വരുന്നുണ്ട്, സബദിപുത്രന്മാർ, യാക്കോബും യോഹന്നാനും. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചനം, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചനം. ചെറിയൊരു വ്യത്യാസമുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവർ 2 പേരും തന്നെയാണ് വരുന്നത്, സബദിപുത്രന്മാർ, യാക്കോബും യോഹന്നാനും. ഈ മത്തായിയുടെ സുവിശേഷം പിൻകാലത്ത് എഴുതപ്പെട്ടതാണ്. ഒരുപക്ഷെ ആ എഴുതുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും യാക്കോബ് ശ്ലീഹയൊക്കെ രക്തസാക്ഷിത്വം വരിച്ചതാകാൻ ഇടവന്നിട്ടുണ്ടാകണം എന്നൊക്കെ കരുതി ഒരുപക്ഷെ കുറ്റം അമ്മയ്ക്ക് വെച്ച് കൊടുത്തതാകാമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ ചിലർ പറയുന്നുണ്ട്. അമ്മയെ വന്ന് ഇവിടെ ഇറക്ക പറ്റിയെന്ന്. ആരെങ്കിലും ആകട്ടെ, വന്ന് പറഞ്ഞത് ഇടത്തും വലത്തും ഇരിക്കാനാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 21-ാം തിരുവചനം, മാത്യു 20:21. അവനോട് ചോദിച്ചു, അവൻ അവളോട് ചോദിച്ചു. അവർ വന്നു കഴിയുമ്പോൾ ഈശോ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലത്തുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിനെ കൽപ്പിക്കണം. എൻ്റെ 2 മക്കൾ, ഒരാളിടത്ത് ഒരാൾ വലത്ത്. എനിക്ക് ഇടത്തിരിക്കണം, എനിക്ക് വലത്തിരിക്കണം. ശിഷ്യന്മാരുടെ റെസ്പോൺസ് ഉടനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് 24-ാം തിരുവചനത്തിൽ, മാത്യു 20:24. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ഈ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. സ്നേഹമുള്ളവരെ, അത് കഴിയുമ്പോഴാണ് ഈശോയുടെ അധികാരത്തെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള പ്രബോധനം നമ്മൾ കാണുന്നത്. അധികാരത്തെക്കുറിച്ചുള്ള ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകാനുമായി മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്നാമനാകേണ്ടത്, നിങ്ങൾ വലിയവനാകുന്നത് നിങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടാണ്, ദാസനായിട്ടാണ്. നിങ്ങളുടെ ജീവിത ശൈലിയിലെ, നിങ്ങളുടെ ജീവിത ശൈലികളിലെ, നിങ്ങളുടെ ചിന്താസരണികളിലെ, നിങ്ങളുടെ ഫിലോസഫിയിലെ നിങ്ങൾ മാറ്റം വരുത്ത്. ഒന്നാമനാകുന്ന നല്ലത്, വലിയവനാകുന്ന നല്ലത്. പക്ഷെ അതിനുള്ള വഴി ശുശ്രൂഷയുടെ വഴിയാണ്. ദാസൻ ചെയ്യേണ്ട ജോലികൾ, ശുശ്രൂഷ ചെയ്തിട്ടുള്ള വഴികൾ, ആ വഴിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ശുശ്രൂഷ പൗരോഹിത്യം എന്നുള്ള വാക്ക് തന്നെ അങ്ങനെയാണല്ലോ. ഞാൻ എന്നോട് തന്നെ പറയുന്ന, ഞാൻ അച്ഛനാണല്ലോ, എനിക്ക് ശുശ്രൂഷ പൗരോഹിത്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ശുശ്രൂഷ പൗരോഹിത്യം കിട്ടുമ്പോൾ ഇനി എല്ലാവരും എന്നെ ശുശ്രൂഷിക്കണം. ഞാൻ അച്ഛനാണ്. ഇതിനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്ലറിക്കലിസം എന്ന് പറയുന്നത്. ഞാൻ എന്നോട് പറയേണ്ടത്, എന്നെ ദൈവം തിരഞ്ഞെടുത്തു, ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തിരഞ്ഞെടുത്തു, എന്നെ തന്നെ കീറി മുറിച്ച് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് തിരഞ്ഞെടുത്തു. ശുശ്രൂഷ സ്വീകരിക്കേണ്ടവനല്ല ഞാൻ, ശുശ്രൂഷ കൊടുക്കേണ്ടവനാണ് ഞാൻ. ഇതാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അടയാളം. ഇതാണ് മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വളരണം. കഴിഞ്ഞ വ്യാനിപുണ്യവന തിരുനാളിലും മാർപ്പാപ്പ ഇത് തന്നെ പറഞ്ഞു. ഇങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കണം. ഇത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. ഞാൻ അച്ഛൻ എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ ജീവിക്കണ്ടേ, അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി അങ്ങനെ ജീവിക്കണ്ടേ. മുറിച്ച് വിളമ്പി നൽകുന്ന ഒരു ജീവിതം, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി അങ്ങനെ ജീവിക്കട്ടെ. ക്രിസ്തു
സഭയെ സ്നേഹിച്ച പോലെ, ക്രിസ്തു കുരിശിൽ കിടന്ന് സഹിച്ച് സഭയെ വീണ്ടെടുത്തതുപോലെ, ക്രിസ്തു സഹിച്ച് സഭയ്ക്ക് വേണ്ടി ജീവിച്ചതുപോലെ, കുരിശിൽ കിടന്ന് വീണ്ടെടുത്തതുപോലെ ഒരു ഭർത്താവിന് സാധിക്കും, ഒരു ഭാര്യയ്ക്ക് സാധിക്കുമോ? അങ്ങനെ ജീവിക്കുമ്പോഴാണ് സ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക. പലപ്പോഴും രണ്ട് ലോകത്തിലാണ്. ഈശോയുടെ ലോകത്തിൽ നിന്ന് മാറി വേറൊരു ലോകത്തിലാണ് ശിഷ്യന്മാരെ. അവരുടെ വാല്യൂ സിസ്റ്റംസ് രണ്ടാണ്. ഈശോയുടെ വാല്യൂ സിസ്റ്റത്തിലല്ല ശിഷ്യന്മാരുടെ വാല്യൂ സിസ്റ്റം പലപ്പോഴും നമ്മൾ കാണുന്നത്. അവരുടെ ഈശോയുടെ വാല്യൂ സിസ്റ്റം ശുശ്രൂഷയുടെ വാല്യൂ ആകുമ്പോൾ ശിഷ്യന്മാരുടെ വാല്യൂ സിസ്റ്റം ഇരുന്ന് ഭരിക്കാനുള്ള വാല്യൂ സിസ്റ്റം, ഇടത്തും വലത്തും ഇരിക്കാനായിട്ടുള്ള വെമ്പലാണ്, അധികാരം പിടിച്ചെടുക്കാനുള്ള വെമ്പലാണ്. അധികാരത്തിൻ്റെ ശുശ്രൂഷയല്ല, അധികാരം പിടിച്ചെടുക്കാനുള്ള വെമ്പലാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ സഭാ സമൂഹങ്ങളിലെ, നമ്മുടെ സമൂഹങ്ങളിലെ, നമ്മുടെ ജോലി മേഖലകളിലൊക്കെ ഇത് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇതുണ്ടായാലാണ് സ്നേഹത്തിൻ്റെ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഈശോ പറഞ്ഞത് പലപ്പോഴും ശിഷ്യന്മാരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകുന്നത്, ഈശോ പറഞ്ഞത് മനസ്സിലാകുന്നില്ല പലപ്പോഴും. 7 അപ്പം 4000 പേർക്കായിട്ട് ഈശോ വിഭജിച്ച് നൽകുന്ന അത്ഭുതം. ഇത് കഴിയുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ബാക്കി 7 കൊട്ടകൾ ശേഖരിച്ചു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഫരീസയരും സദുക്കയരും വന്ന് ഈശോയുടെ കൂടെ തർക്കിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു അടയാളം കഴിച്ചോളൂ, 7 അപ്പം 4000 പേര് കഴിച്ചത് പോരാ, സ്വർഗത്തിൽ നിന്ന് ഇനിയൊരു അടയാളം അത് ചോദിക്കുകയാണ്. അടയാളം ആവശ്യപ്പെടുമ്പോൾ ഈശോ പറയും, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും ദുഷിച്ച തലമുറയ്ക്ക് നിങ്ങൾക്ക് ഈ നൽകാനില്ല. തൻ്റെ മരണവും തൻ്റെ ഉത്ഥാനവുമാണ് ദ സൈൻ, അടയാളം എന്ന് ഈശോ പറയാണ്. എന്നിട്ട് വഞ്ചിയിൽ കയറുമ്പോൾ ആ വഞ്ചിയിൽ കയറിയുള്ള യാത്ര, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ, മാത്യു 16:5 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളത് പരിശോധിക്കുന്ന നല്ലതാണ്. ഈശോ പറയുന്നത് ശിഷ്യന്മാർ ഗ്രഹിക്കുന്നത്, ഈശോ എന്നിട്ട് എങ്ങനെയാണ് തിരുത്തി കൊടുക്കുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ്. ഈശോ പറയുന്നതെല്ലാം അവർ ഗ്രഹിക്കുന്നത്, എങ്ങനെ ഈശോ തിരുത്തി കൊടുക്കുന്നത്, ക്രമാനുഗതമായിട്ട് അവരെ എങ്ങനെ വളർത്തുന്നത് എന്ന് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. 16-ാം അധ്യായം 5-ാം തിരുവചനം, മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. ഈശോ പറഞ്ഞു, ഫരീസയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവേൻ. അപ്പോൾ ബാക്കി 7 കൊട്ട ബാക്കിയുണ്ട്, പക്ഷെ അതെടുക്കാൻ മറന്നു. ശിഷ്യന്മാർ അപ്പത്തിൻ്റെ ലോകത്തിലാണ്. അപ്പോൾ ഈശോ പറയാണ്, ഈശോ ആ തർക്കമൊക്കെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതവരെ ബാധിക്കുന്നില്ല. ഈശോ പക്ഷേ ആ തർക്കത്തിൻ്റെ ലോകത്തിലാണ്. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുക, സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കാൻ ഈശോ പറയുന്നതാണ്, സൂക്ഷിക്കണം, ബിവെയർ ഓഫ് ഇറ്റ്. ഈശോ ശ്രദ്ധിക്കാൻ പറയുന്നത് ഇതാണ്, ഫരീസയരുടെ ശരി കണ്ടാൽ അത് തെറ്റെന്ന് പറയുന്ന, തെറ്റ് കണ്ടാൽ അത് ശരിയെന്ന് പറയുന്നൊരു ചിന്താഗതി, ഫരീസയുടെ ചിന്താഗതി. സദുക്കയരെ പലതും വിശ്വസിക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവരെടുക്കുള്ളൂ. അവർ ഉത്ഥാനത്തിൽ വിശ്വാസമില്ല അവർക്ക്. അവർ സെലക്ട് ചെയ്ത് ബൈബിൾ വായിക്കും, പകുതി ഉണ്ടാവുള്ളൂ അവരുടെ ബൈബിളിൽ, അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ എടുക്കുള്ളൂ. സദുക്കയരെ, ഈ ഫരീസയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇവർ ഗുരുക്കന്മാർ പോലെയാണ് പ്രത്യക്ഷപ്പെടുക, ഫരീസയരും സദുക്കരും. ഇത് സൂക്ഷിക്കണം എന്ന് ഈശോ പറയുമ്പോൾ ശിഷ്യന്മാർ വേറെ ലോകത്തിൽ, അവരപ്പത്തിൻ്റെ ലോകത്തിലാണ്. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. ഈശോ ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു. ഇപ്പോൾ ശിഷ്യന്മാർ വിചാരിക്കണം നമ്മൾ അപ്പെടുക്കാൻ മറന്ന കാര്യം, അതാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തി പറഞ്ഞത്. ഇതാണ് അവരുടെ ചിന്ത. പക്ഷേ ഈശോ അവരെ തിരുത്തുന്നത് കണ്ടോ? അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്ത്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസമാണ് 5000 പേർക്ക് 5 അപ്പം കൊടുത്തത്. എത്ര കൂട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇത് പറയുമ്പോൾ അവർ മറുപടി പറയുന്നുണ്ട്, 5 അപ്പം 5000 പേർക്ക് കൊടുത്തിട്ട് 12 എന്ന് അവർ മറുപടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് എത്ര കൊട്ടകളാണ് നിങ്ങൾ ശേഖരിച്ചത്? അവർ മറുപടി പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7 കൊട്ട ബാക്കി ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്തുകൊണ്ട്?
ഫരീസയരുടെയും സദുക്യരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവൻ. ഇപ്പം മനസ്സിലായി, അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരീസയരുടെയും സദുക്യരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുൾ ചെയ്തതെന്ന് അവർക്കപ്പോൾ മനസ്സിലായി. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ഞാനതിൻ്റെ ഫരീസയരുടെയും സദുക്യരുടെയും അത് മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണ് ഫരീസയരെ അവരുടെ ജീവിതം അത് വിശുദ്ധ ജീവിതം എന്നുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അതല്ലാതെ എങ്ങനെ ഏത് തരത്തിലൊക്കെയാണ് അവരെ ശരിയെ തെറ്റാക്കുന്നത്, അവരെങ്ങനെയാണ് അവർ കപട നാട്യക്കാരായിട്ട് മാറുന്നത് എന്ന് മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം. അതുപോലെ സദുക്കയരുടെ ഞാനൊന്ന് സൂചിപ്പിച്ചു, സെലക്റ്റീവായിട്ട് ബൈബിൾ വായിക്കുന്നവരാണ് അവരൊക്കെ എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ അത് ഈശോ അവരെ തിരുത്തുന്നുണ്ടോ? ശാന്തമായിട്ട് തിരുത്തുന്നുണ്ടോ? കാരണം ഈശോയ്ക്ക് അറിയാം അവരൊരു പക്ഷേ ശിഷ്യന്മാരെ വളർത്തേണ്ടതുണ്ട്. അവരിപ്പോൾ ലോകത്തിൻ്റെ അവസ്ഥയിലാണ്, താൻ സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-31 മുതലുള്ള തിരുവചനം, ജോൺ 3:31, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്, അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശിഷ്യന്മാർ ഈ ഭൗമിക കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളൂ. അപ്പെടുക്കുക, അപ്പം മറക്കുക, ഭക്ഷണം കഴിക്കുക, ഈ കാര്യങ്ങൾ അവരുടെ സംസാരം. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. ഈ ഡിഫറൻസ്, ഈശോ സ്വർഗത്തിൽ നിന്ന് ഇവർ ഭൂമിയിൽ നിന്ന്, അവരെ സാവധാനം ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഇവരെ സ്വർഗീയമായ ഇടങ്ങളിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതാണ് സ്നേഹം. ഇങ്ങനെ ഇറങ്ങി വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമോ? അതാണ് സ്നേഹം. അതാണ് ഈശോയുടെ റിലേഷൻഷിപ്പ്. ഈശോ ശിഷ്യന്മാരായിട്ടുള്ള ഈ ബന്ധത്തിൽ ഈ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് വഴി, ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത് വഴി, ശിഷ്യന്മാർക്ക് ചില കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നത് വഴി ഈശോ ഇറങ്ങി വരാണ്. അവരുടെ തലങ്ങളിലേക്ക് ഇറങ്ങി വരാണ്. ഈശോ കണ്ടില്ല എന്നടിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ഇടയിൽ തർക്കം ഉണ്ടാകുമ്പോൾ എന്തിനെക്കുറിച്ച് നിങ്ങൾ തർക്കിച്ച്, ഈശോ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ പഠിപ്പിച്ച് ഈശോയുടെ തലത്തിലേക്ക് അവർ ഉയർത്തുകയാണ്. ഇതാണ് സ്നേഹം. ഇങ്ങനെയുള്ള ഒരു തെറ്റിലായിരിക്കുന്ന അവസ്ഥകളിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ യുവതയുടെ അരികിലേക്ക്, കുട്ടികളുടെ അരികിലേക്ക് അതിലേക്ക് ഇറങ്ങി വന്ന്, ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി വന്ന് അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെന്താ പറയുന്നത് മനസ്സിലാക്കി അവരെ സ്വർഗീയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് സ്നേഹത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുക. അങ്ങനെ വളരാനായിട്ട് സാധിക്കണം. അങ്ങനെ വളരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഈശോ ശിഷ്യന്മാരെ അങ്ങനെ സാവധാനം സ്വർഗീയരാക്കി വളർത്തിയതുപോലെ അങ്ങനെ വളരുമ്പോഴാണ് സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അങ്ങനെ വരുമ്പോഴാണ് തർക്കങ്ങളില്ലാതാകുക. നമ്മൾ കാണുന്നുണ്ട് ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ചത്. ബാബേലിലെ ഉൽപ്പത്തിയുടെ പുസ്തകം 11-1 മുതലുള്ള തിരുവചനങ്ങൾ, 4-ാമത്തെ തിരുവചനം ഉൽപ്പത്തി 11:4, അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് നമ്മളെ പ്രശസ്തി നിലനിർത്താം. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഭാഷകൾ വിഭിന്നമായി, അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ഇതിൻ്റെ ഒരു റിവേഴ്സൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പന്തകുസ്തയിലാണ്. അപ്പോസ്തലന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 7-8 തിരുവചനം, അവർ വിസ്മയഭരിതരായി ചോദിച്ചു, പന്തകുസ്തയിലെ അപ്പോസ്തലന്മാരുടെ ഭാഷാവരം, ഈ സംഭവിക്കുന്നതെല്ലാം, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താതാങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ എനിക്ക് കേൾക്കാൻ പറ്റണം? എങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അതുകൊണ്ട് സ്നേഹമുള്ളവർ, സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ, സ്നേഹത്തിൽ നമുക്ക് വളരണമെങ്കിൽ, നമ്മുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളില്ലാതാകണമെങ്കിൽ, ഈശോ ശിഷ്യന്മാരോട് പെരുമാറിയ പോലെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ തലങ്ങളിലേക്ക് പോയി മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്ത് അവരെ സ്വർഗീയ തലങ്ങളിലേക്ക് ഉയർത്തിയതുപോലെ സ്നേഹത്തിലെ ദ കോസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അതുകൊണ്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം അതൊരു സ്നേഹത്തിൻ്റെ ജീവിതമാകട്ടെ.
ഞാൻ കടന്നു പോകുന്ന വഴികൾ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വഴിയാകട്ടെ എൻ്റേത്. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സഹവാസം എൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ. ഞാൻ കടന്നു പോകുമ്പോൾ തർക്കങ്ങൾ മാറിപ്പോകട്ടെ. ഈശോ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ഞാൻ കടന്നു പോകുമ്പോൾ അനുഗ്രഹിക്കട്ടെ. ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനാകാൻ, പ്രവാചകയാകാൻ ഈശോനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മെ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിൽ വളരാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.